നമസ്കാരം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കേപ്പ് വെർഡയ്ക്ക് സമീപം നങ്കൂരമിട്ടിരിക്കുന്ന എമി ഹോണ്ടിയസ് കപ്പലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അപൂർവവും മാരകവുമായ ഹൻഡ വൈറസ് ബാധ ആഗോള ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ അത്യാധുനിക കപ്പൽ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര മെഡിക്കൽ എമർജൻസിയുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിലവിൽ 3 വിദേശ യാത്രക്കാരുടെ ജീവൻ അപഹരിച്ച ഈ രോഗബാധയെ തുടർന്ന് കപ്പലിലെ 149 യാത്രക്കാരും ജീവനക്കാരും കടുത്ത ആശങ്കയിലും നിരീക്ഷണത്തിലുമാണ്. കപ്പലിലെ ജീവനക്കാരിൽ 2 ഇന്ത്യക്കാർ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ അതീവ ഗൗരവമുള്ളതാക്കുന്നു. രോഗബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരെ ഇതിനോടകം തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയെങ്കിലും കപ്പലിൽ അവശേഷിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കപ്പൽ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഓഷ്യൻ വൈഡ് എക്സ്പെഡിഷൻസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കപ്പലിൽ നിലവിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവർ ആരും തന്നെയില്ല. എങ്കിലും ഈ വൈറസ് ബാധയുടെ പ്രത്യേകതകൾ കണക്കിലെടുക്കുമ്പോൾ നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അർജന്റീനയിൽ നിന്നും യാത്ര തിരിച്ച കപ്പലിൽ ലക്ഷണങ്ങൾ കാണിച്ചവരെ ദക്ഷിണാഫ്രിക്കയിലെയും നെതർലൻഡിലെയും പ്രത്യേക മെഡിക്കൽ യൂണിറ്റുകളിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു കഴിഞ്ഞു. നിലവിൽ കപ്പൽ സ്പെയിനിലെ കാനറി ദ്വീപിലേക്കുള്ള ടെനറിഫിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 6 കേപ്പ് വെർഡയിൽ നിന്നും യാത്ര തിരിച്ച കപ്പൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും നെതർലൻഡിലെ ആരോഗ്യ ഏജൻസിയായ RIVM സംയുക്തമായാണ് കപ്പലിലുള്ളവരുടെ ക്വാറന്റൈൻ നടപടികളും സ്ക്രീനിങ്ങും ഏകോപിപ്പിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 23 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് കപ്പലിലുള്ളത് എന്നതിനാൽ ഇതൊരു ആഗോള പ്രതിസന്ധിയായും മാറിയിട്ടുണ്ട്. ഈ രോഗബാധയെ അതീവ അപകടകാരിയാക്കുന്നതിന് കാരണമായ ഹൻഡ വൈറസിന്റെ സവിശേഷതകളാണ്. സാധാരണയായി എലികളുടെ വിസർജ്യങ്ങളിലൂടെയും ഉമിനീരിലൂടെയും മാത്രം പകരുന്ന ഹൻഡ വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നത് അത്യപൂർവമാണ്. എന്നാൽ ഹോണ്ടിയസ് കപ്പലിൽ പടർന്നിരിക്കുന്നത് അർജന്റീനയിൽ കാണപ്പെടുന്ന ആന്റീസ് വൈറസ് എന്ന സ്ട്രെയിൻ ആണെന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. ഈ പ്രത്യേക സ്ട്രെയിൻ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അടുത്ത സമ്പർക്കത്തിലൂടെ പടരാൻ ശേഷിയുള്ളതാണ്. ഇത് കപ്പൽ പോലുള്ള അടഞ്ഞ ചുറ്റുപാടുകളിൽ രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ഹൻഡ വൈറസ് പൾമണറി സിൻഡ്രോം എന്ന മാരകമായ അവസ്ഥയിലേക്ക് നയിക്കുന്ന ഈ വൈറസ് ബാധിച്ചാൽ മരണനിരക്ക് ഏകദേശം 40%. രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ 45 ദിവസം വരെ എടുക്കാം എന്നതും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കപ്പലിൽ എലികളുടെ സാന്നിധ്യം കണ്ടെത്താത്ത സാഹചര്യത്തിൽ മനുഷ്യരിലൂടെ തന്നെയാണ് രോഗം പടർന്നതെന്ന് അധികൃതർ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. കപ്പലിലെ 2 ഇന്ത്യൻ ജീവനക്കാരുടെ കാര്യത്തിലാണ് ഇപ്പോൾ വലിയ ആശങ്ക നിലനിൽക്കുന്നത്. അവർക്ക് രോഗബാധയുണ്ടോ അതോ അവർ കേവലം നിരീക്ഷണത്തിലാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ കപ്പലിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ലെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും വൈറസിന്റെ നീണ്ട ഇൻക്യുബേഷൻ പീരീഡ് വെല്ലുവിളിയാണ്. ടെനറിഫിൽ എത്തുന്ന കപ്പലിലെ എല്ലാ യാത്രക്കാരും ജീവനക്കാരും കർശനമായ പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരും. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് 45 ദിവസത്തെ നിർബന്ധിത ഐസൊലേഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും അവരുടെ ആരോഗ്യനില നിരീക്ഷിക്കാനും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ ഇടപെടേണ്ട സാഹചര്യമാണുള്ളത്.